പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് തോൽവി മാത്രം മുൻപിൽ ഉണ്ടായിരുന്ന നക്ഷത്രജാതകർ ഇനി ഒരിടത്തും ഒരിക്കലും ഇവർ തോൽക്കില്ല. ഈ നാളുകാരുടെ രാജയോഗമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ രാശിക്കാരെക്കുറിച്ചും അവരിലെ നക്ഷത്രങ്ങളെക്കുറിച്ചും അവരുടെ ഗ്രഹസ്ഥിതിയും ഏപ്രിൽ മാസത്തിൽ അവരെ കാത്തിരിക്കുന്ന ഫലങ്ങളും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ ബുധൻ, വ്യാഴം, 6-ൽ കേതു, 11-ൽ കുജൻ, ശനി, 12-ൽ ആദിത്യൻ, ശുക്രൻ, രാഹു. ഇതാണ് ഗ്രഹനില. ചിലവുകളൊക്കെ നിയന്ത്രണ വിധേയമായിരിക്കും. കഫക്കെട്ടിൻ്റെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. കണ്ണിന് ചില ശസ്ത്രക്രിയകൾ ആവശ്യമായിട്ട് വരുന്ന സമയം കൂടിയാണ്. സജ്ജന സംസർഗം നല്ലവണ്ണം ഇവർക്ക് ഏപ്രിൽ മാസത്തിൽ ലഭിക്കും. വാഹനങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ്. വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർക്ക് നല്ലവണ്ണം ശോഭിക്കാൻ സാധിക്കും. അതുപോലെ ശത്രുക്കളെ ബന്ധുജനങ്ങളെപ്പോലെ സ്നേഹിക്കാൻ അവസരം ഉണ്ടാകും. രോഗാരിഷ്ഠിതകൾക്ക് കുറവ് വരും. മനസ്വസ്ഥത വർദ്ധിക്കും. വീട്ടിൽ കലഹ അന്തരീക്ഷം അത് ശമിച്ചു തുടങ്ങും. നാൽക്കാലി വളർത്തൽ മെച്ചം കിട്ടാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കാണും. ഉപാസനയിൽ ചാഞ്ചല്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ബന്ധുജനങ്ങളോടുള്ള കലഹം കുറഞ്ഞു തുടങ്ങും. വരും ദിവസങ്ങളിൽ വാക്കുദോഷം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിക്ക് മെച്ചപ്പെട്ട സ്ഥിതി ഉണ്ടാകും. മക്കൾക്ക് അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ വനദുർഗ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. 5-ൽ കേതു, 10-ൽ കുജൻ, ശനി, 11-ൽ ആദിത്യൻ, ശുക്രൻ, രാഹു, 12-ൽ ബുധൻ, വ്യാഴം. ഇതാണ് ഗ്രഹനില. വ്യായാധിക്യം ഉണ്ടാകും. ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. യാത്രക്കിടയിലെ വൈഷമ്യങ്ങൾ അതിജീവിക്കും. ശത്രുപീഡകൾ കുറഞ്ഞു തുടങ്ങും. വീട്ടിലും മനസ്സിനും സ്വസ്ഥത വർദ്ധിക്കും. മക്കളെ കൊണ്ട് സന്തോഷ അനുഭവങ്ങൾക്കിടയുണ്ട്. ധനാഗമം ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പ്രാർത്ഥനകൾക്ക് ഫലം ഇരട്ടിക്കുകയും ചെയ്യും. ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. രോഗാരിഷ്ഠിതകൾ ശ്രദ്ധിക്കണം. സ്നേഹിതന്മാരുടെ സഹായം ലഭിക്കും. തർക്ക വിഷയങ്ങളിൽ വിജയിക്കും. സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. ദുഷ്കീർത്തി അതിജീവിക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്തെ അഗ്നിബാധ, യന്ത്രത്തകരാറ് എന്നിവ ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് നല്ല അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. സഹായികൾ മൂലം ധനനേട്ടങ്ങളും ഉണ്ടാകും. ഇവർ ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. 4-ൽ കേതു, 9-ൽ കുജൻ, ശനി, 10-ൽ ആദിത്യൻ, ശുക്രൻ, രാഹു, 11-ൽ ബുധൻ, വ്യാഴം. ഇതാണ് ഗ്രഹനില. ധനലാഭങ്ങൾക്കനുസരിച്ച്
ജീവിതത്തിൽ ഉയർച്ചകൾ നേടാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. തൊഴിൽ രംഗം മെച്ചപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പുതിയ തൊഴിൽ ലഭിക്കാനും സാധ്യതയുണ്ട്. ശരീരക്ലേശങ്ങൾ അതിജീവിക്കും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതനുസരിച്ച് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. സഹോദരങ്ങൾ അവരുമായിട്ട് ചേർന്ന് ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കും. സജ്ജനങ്ങളുമായിട്ട് ഇടപഴകാൻ സാധിക്കും. വാഹനങ്ങൾ വാങ്ങാൻ പറ്റിയ സമയമാണ്. യാത്രകൾ വേണ്ടിവരും. കായിക അഭ്യാസ പ്രകടനങ്ങളിൽ താൽപ്പര്യം കൂടാൻ സാധ്യതയുണ്ട്. എല്ലായിടത്തും വിജയം നേടാൻ സാധിക്കും. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടാനാകും. മൂത്രാശയബന്ധിയായ രോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിലെ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 3-ൽ കേതു, അഷ്ടമത്തിൽ കുജൻ ശനി, 9-ൽ ആദിത്യൻ ശുക്രൻ രാഹു, 10-ൽ ബുധൻ വ്യാഴം. ഇതാണ് ഗ്രഹനില. പലവിധ ആപത്തുകളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയാൻ സാധ്യതയുണ്ട്. മരണതുല്യമായ അവസ്ഥകളെ അതിജീവിക്കും. വ്രണങ്ങൾ, രക്തബന്ധിയായ അസുഖങ്ങൾ, മനോവിഷമം ഇവ മാറിക്കിട്ടും. ധനലാഭങ്ങൾ ഉണ്ടാകും. ധർമ്മകാര്യ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും. ഉപാസനകൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കുക. സഹോദര ബന്ധങ്ങൾ വഷളാകാതെ നോക്കണം. ദാമ്പത്യ കലഹങ്ങൾ മാറിക്കിട്ടും. ഗൃഹനിർമ്മാണം തുടങ്ങാൻ നല്ല സമയമാണ്. കൊടുക്കൽ വാങ്ങലുകളിൽ വലിയ ലാഭം കിട്ടുകയില്ല. തൊഴിൽ രംഗം മെച്ചപ്പെടും. വാക്കുദോഷം നിമിത്തം കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങളും നീങ്ങിവരും. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. 2-ൽ കേതു, 7-ൽ കുജൻ ശനി, അഷ്ടമത്തിൽ ആദിത്യൻ ശുക്രൻ രാഹു, 9-ൽ ബുധൻ വ്യാഴം. ഇതാണ് ഗ്രഹനില. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാനുള്ള എല്ലാ വഴികളും ഇവരുടെ മുന്നിൽ തുറന്നു കിട്ടും. ഇനി ഒരാളുടെ മുൻപിലും ചിങ്ങക്കൂറിൽ പിറന്ന നക്ഷത്രജാതകർ തലകുനിക്കേണ്ടി വരില്ല. തടസ്സക്ലേശങ്ങൾ അതിജീവിക്കും. സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ അതിജീവിക്കും. നേത്രരോഗം, ഉദരരോഗം ഇവ ശ്രദ്ധിക്കണം. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. മക്കൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. പലവിധ സുഖ അനുഭവങ്ങളും ഉണ്ടാകും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ നല്ല സമയമാണ്. നാൽക്കാലി വളർത്തൽ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ലാഭകരമാകും. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. ധനത്തെ സംബന്ധിച്ചിട്ടുള്ള കലഹങ്ങൾ അതിജീവിക്കാൻ സാധിക്കും. മക്കളുടെ മനക്ലേശങ്ങളും മാറിക്കിട്ടും. ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ചെയ്യേണ്ടത്: വിദ്യാർത്ഥികൾ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാമന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ത്രിപുര സുന്ദരി മന്ത്ര പുഷ്പാഞ്ജലിയും കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കന്നിക്കൂറിലെ ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. ലഗ്നത്തിൽ കേതു, 6-ൽ കുജൻ ശനി, 7-ൽ ആദിത്യൻ ശുക്രൻ രാഹു, അഷ്ടമത്തിൽ ബുധൻ വ്യാഴം. ഇതാണ് ഗ്രഹനില. ദൈന്യഭാവം ആയിരിക്കും. ധനാഗമങ്ങൾ ഉണ്ടാകും. ലോഹവസ്തുക്കൾ വാങ്ങാൻ അവസരം ലഭിക്കും. എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്ന കലഹഭയം മനസ്സിൽ നിന്ന് മാറും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. മക്കൾക്ക് സുഖ അനുഭവങ്ങൾ വർദ്ധിക്കും. ത്വക്കുരോഗം, ഉദരവ്യാധി, വായുകോപം ഇവ ശ്രദ്ധിക്കണം. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിയും. ശരീരക്ഷീണം മാറിക്കിട്ടും. ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. അതുപോലെ അപവാദങ്ങളിൽ നിന്ന് മോചിതനാകും.
സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. കടം കൊടുത്ത പണത്തിനു വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അത് പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ തിരികെ കിട്ടും. വ്യവഹാര വിഷയങ്ങളിൽ പരാജയം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യന് പാലഭിഷേകവും കർപ്പൂര ആരാധനയും നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.